2024 ദേശീയ റോഡ് സുരക്ഷാ മാസവാരാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് സംയുക്ത റോഡ് സുരക്ഷാ റാലി സംഘടിപ്പിച്ചു. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. സെലിബ്രേറ്റിംഗ് 50 years. 2026 ദേശീയ റോഡ് സുരക്ഷാ മാസവാരാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് പൊന്നാനിയുടെയും റെഡ് ക്രോസ് സൊസൈറ്റി പൊന്നാനി താലൂക്ക് ജൂനിയർ റെഡ് ക്രോസും സംയുക്തമായി റോഡ് സുരക്ഷാ റാലി സംഘടിപ്പിച്ചു. പൊന്നാനി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച റാലി പൊന്നാനി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ MV അരുൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. പരിപാടിയിൽ റെഡ് ക്രോസ് പൊന്നാനി താലൂക്ക് ചെയർമാൻ വാസുണ്ണി, വൈസ് ചെയർമാൻ ശംഭു നമ്പൂതിരി, ജൂനിയർ റെഡ് ക്രോസ് കോർഡിനേറ്റർ ഖദീജ എന്നിവർ പങ്കെടുത്തു. റാലിക്ക് ശേഷം AMVA മനോഹരൻ റോഡ് സുരക്ഷാ സന്ദേശം നൽകി. സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് ധരിച്ചിരിക്കണം. സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടെങ്കിൽ എന്താ സംഭവിക്കുക? 40 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വാഹനമാണെന്നിരിക്കട്ടെ, ഒരു കാറ്. ആ കാറിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ സ്പീഡ് എത്രയായിരിക്കും? 40 ആയിരിക്കും, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വാഹനം പോയിട്ട് വേറൊരു വാഹനമായിട്ട് ഇടിക്കുകയോ ഒരു മതിൽ പോയി ഇടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അപകടം സംഭവിക്കുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മള് കാറിന്റെ സ്പീഡിൽ മുന്നോട്ട് തന്നെ പോകും. അപ്പോ ഫ്രണ്ടിലിരിക്കുന്ന ആളുകളും പുറകിലിരിക്കുന്ന ആളുകളൊക്കെ തന്നെ, ഫ്രണ്ടിലിരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് സ്റ്റിയറിംഗ് വീലിലോ, വണ്ടിയുടെ സ്റ്റിയറിംഗ് കണ്ടിട്ടില്ലേ, സ്റ്റിയറിംഗ് വീലിലോ അല്ലെങ്കിൽ അതിന്റെ ഡാഷ് ബോർഡിലോ പോയി ഇരിക്കുകയും നമ്മുടെ വാരിയലില്ലേ നമുക്ക് ഈ വാരിയലിന്റെ റിബ്കേജിന്റെ പ്രത്യേകത എന്താണ്? റിബ്കേജ് ആണ് നമ്മുടെ ഹാർട്ടും ലങ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ റിബ്കേജ് പൊട്ടുകയും ഇത് ലങ്സിലും കുടലിലും ഒക്കെ കുത്തി കയറി ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവും. അത്തരത്തിൽ ഇന്റേണൽ ഇഞ്ചുറി വന്ന് നമ്മൾ ചില അപകടങ്ങൾ വാഹന പരിശോധനയ്ക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഇൻക്വസ്റ്റ് ഒക്കെ നടത്തി പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കും, പറയാം എന്താണ്, പുറത്ത് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഡാമേജും ഉണ്ടാവില്ല അയാൾക്ക്. പക്ഷെ അകത്ത് ഈ പറയുന്ന ഇഞ്ചുറി മൂലം ഇന്റേണൽ ബ്ലീഡിങ് സംഭവിക്കുകയും ആള് മരണപ്പെടുകയും ചെയ്യും. പ്രാഥമിക ശുശ്രൂഷയും CPRനെയും കുറിച്ച് റെഡ് ക്രോസ് കോർഡിനേറ്റർ അൻസാർ ക്ലാസ് നയിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ VK സജിൻ നന്ദി പറഞ്ഞു. AMVAമാരായ റിച്ചാർഡ്, അരുൺകുമാർ എന്നിവർ പങ്കെടുത്തു.